എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിൻ്റെ ഡേ 8 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനങ്ങൾ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് തുടർച്ചയായി പരിശീലനം നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഏത് ദിവസമാണോ നിങ്ങൾ മുടക്കം വരുത്തിയത് ആ ദിവസം മുതൽ 3 ദിവസം പിന്നോട്ട് പോയി പരിശീലനം വീണ്ടും ആവർത്തിക്കുക. ഇന്ന് ഡേ 8ലെ പരിശീലനം എന്ന് പറയുന്നത് മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് അഥവാ മാന്ത്രിക ചേരുവ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തോട് നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ ശരിക്കും വിശന്നിരുന്ന ഒരു സമയം ആലോചിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് അനുഭവപ്പെട്ട തളർച്ച, നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാതിരുന്നത് ഒക്കെ ആലോചിച്ച് നോക്കുക. നമുക്ക് ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്. നമുക്ക് ചിന്തിക്കാനും നല്ല മാനസികാവസ്ഥയിലിരിക്കാനും ഭക്ഷണം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിനും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഭക്ഷണത്തിന് നന്ദി പറയുമ്പോൾ ആ ഭക്ഷണം എങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി എന്ന കാര്യത്തെക്കുറിച്ച് കൂടി നിങ്ങൾക്ക് ആലോചിക്കാം. ആ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച കർഷകർ ഒരുപാട് നാൾ അവർ വളവും വെള്ളവും കൊടുത്ത് ആ പച്ചക്കറികളെ അല്ലെങ്കിൽ ആ ധാന്യങ്ങളെ വളർത്തി വിളവെടുക്കുന്നതുവരെ അതിനെ സംരക്ഷിച്ചു. പിന്നീട് അത് പറിച്ചെടുത്തതും പാക്ക് ചെയ്തവരും അത് വിതരണം ചെയ്തവർ, രാവും പകലും വണ്ടി ഓടിച്ച് അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചവർ, അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മറ്റെല്ലാ തൊഴിലാളികളും, ഇവരെല്ലാം ചേർന്ന് അധ്വാനിച്ചപ്പോഴാണ് ഈ ഭക്ഷണം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ആലോചിച്ച് നോക്കുക. ഇവർക്കെല്ലാവർക്കും നന്ദി പറയുക. നമ്മൾ ഉപയോഗിക്കുന്ന ഇറച്ചി, മത്സ്യം, പാൽ, കാപ്പി, തേയില എല്ലാം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ. എല്ലാവർക്കും നന്ദി പറയുക. ഈ ലോകത്ത് ഓരോ ദിവസവും അവിശ്വസനീയമായ രീതിയിലാണ് വളരെ കൃത്യതയോടുകൂടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഭക്ഷ്യ സ്റ്റോറുകൾ, റെസ്റ്റോറൻറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കഫേകൾ, വിമാനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി ഭൂമിയിലെ എല്ലാ വീട്ടിലേക്കുമുള്ള ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നത്ര ഭക്ഷണം ഈ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനും നന്ദി പറയുക. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രകൃതിക്കും നന്ദി പറയാം. കാരണം പ്രകൃതി അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ വിളകളും ഭൂമിയിൽ വളരുന്നത്. പ്രകൃതി നൽകുന്ന മണ്ണ്, വെള്ളം ഇതൊന്നുമില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒന്നും തന്നെ അവശേഷിക്കില്ലായിരുന്നു. വെള്ളമില്ലെങ്കിൽ ഭക്ഷണമുണ്ടാകില്ല. സസ്യജാലങ്ങളും മൃഗങ്ങളും മനുഷ്യരും ഒന്നും ഉണ്ടാകില്ല. ഭക്ഷണം പാകം ചെയ്യാനും കൃഷി നടത്താനും വെള്ളം അത്യാവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭക്ഷണമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല, നമുക്ക് കുടുംബമുണ്ടാവില്ല, സുഹൃത്തുക്കളുണ്ടാവില്ല, ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രകൃതിക്കും നന്ദി പറയാം. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഭക്ഷണത്തോട് നന്ദി പറയുക. നിങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനും നന്ദി അർപ്പിക്കുമ്പോൾ അവിശ്വസനീയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഭക്ഷ്യവെള്ള വിതരണത്തിന് അത് കൂടുതൽ ഗുണകരമാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണത്തിനും വെള്ളത്തിനും കൃതജ്ഞത അറിയിക്കുമ്പോൾ ലോകത്ത് ഭക്ഷണം ലഭ്യമല്ലാത്ത മറ്റാളുകൾക്കും അത് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതായത് ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ച് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാവരും നന്ദി അർപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രതിപ്രവർത്തനമായിട്ട് ഭക്ഷണം ലഭ്യമല്ലാത്തവർക്ക് കൂടി ഭക്ഷണം ലഭിക്കുന്നു. നമ്മൾ വെള്ളത്തിനും ഭക്ഷണത്തിനും നന്ദി അർപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും മാന്ത്രികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ഒരു പരീക്ഷണം എന്ന നിലയിൽ ഇനി മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും എന്തുമാകട്ടെ അത് വായിൽ നിറച്ച് ഇറക്കുന്നതിന് മുമ്പ് അതിൻ്റെ രുചിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനെ ആസ്വദിക്കുക. അതിൻ്റെ സ്വാദിനും അനുഭവത്തിനും നന്ദി പറയുക. അതുപോലെ എന്തെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുമ്പായി അതിനെ ഒരു നിമിഷം നോക്കിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉറക്കെയോ അതിന് നന്ദി പറയുക. ഇനി അത് സാധ്യമല്ലെങ്കിൽ കുറച്ച് സമയം ആ ഭക്ഷണം വായിൽ വെച്ച് അതിനെ ആസ്വദിക്കുക. ഭക്ഷണത്തോട് നന്ദി ഉൾക്കൊള്ളാൻ ഈ പരിശീലനങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാന്ത്രിക പരിശീലനം എന്ന് പറയുന്നത് ഇതാണ്. ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുമ്പ് അതിലേക്ക് ഒരു നിമിഷം നോക്കി നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉറക്കെയോ മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുക.
ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിന് മുകളിൽ ഒരു പൊടി വിതറുന്നത് പോലെ സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ കൈ വീശുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തെ കൂടുതൽ ശുദ്ധമാക്കി എന്നുള്ള വിശ്വാസത്തോടു കൂടി അതിനെ കഴിക്കാൻ തുടങ്ങുക. പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഭക്ഷണത്തെ ആസ്വദിക്കുക, അതിന് നന്ദി പറയുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും നന്ദി പറയാൻ വിട്ടുപോയാൽ സാരമില്ല, നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയ ആ നിമിഷത്തെ ഓർത്തെടുത്ത് അപ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. ഈ പരിശീലനം ഇന്നേ ദിവസം മുഴുവൻ നിങ്ങൾ ആവർത്തിക്കുക. അതോടൊപ്പം ഡേ 1ലെയും ഡേ 2ലെയും പരിശീലനങ്ങൾ എല്ലാ ദിവസവും തുടരുക. ഇന്നത്തെ പ്രാക്ടീസിനായി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായി എന്നോട് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.